മലയാള മനോരമയുടെ ഓൺലൈൻ പത്രത്തിൽ വാട്ടർ സിറ്റി എന്ന പേരിൽ ഇന്നൊരു ചെറിയ ആർട്ടിക്കിൾ ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. ശ്രീ GK രഞ്ജിത്ത് അവർകളാണ് ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ തന്നെ രസമാണ്. വാട്ടർ സിറ്റി. വർഷം പലത് കഴിഞ്ഞിട്ടും മഴക്കാലത്തെ ഈ കാഴ്ചകൾക്ക് മാത്രം മാറ്റമില്ല. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടത്തിയ പഠനങ്ങളുടെയും ചർച്ചകളുടെയും കണക്കെടുത്താൽ ഒരുപക്ഷെ അവിടെ പെയ്ത മഴയുടെ അത്ര തന്നെ ഉണ്ടാകും. എന്നിട്ടും വെള്ളക്കെട്ടിനൊരു പരിഹാരമില്ല എന്നതാണ് രഞ്ജിത്തിൻ്റെ പരാതി അല്ലെങ്കിൽ നിഗമനം. മഴ തുടങ്ങുമ്പോഴേ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാൻ നെട്ടോട്ടമെടുത്ത അധികൃതർ, വീടുകളിലേക്ക് വെള്ളം തിരച്ചെത്തുന്നതിന് മുമ്പ് അത്യാവശ്യ സാധനങ്ങളും എടുത്ത് ക്യാമ്പുകളിലേക്ക് ഓടുന്ന ജനം, വർഷം പലത് കഴിഞ്ഞിട്ട് മഴക്കാലത്തെ കാഴ്ചകൾക്ക് മാറ്റമില്ല. മണ്ണും മാലിന്യവും നിറഞ്ഞ ഓടകളും ഒന്ന് വൃത്തിയാക്കി തമ്മിലടിച്ച് സർക്കാർ വകുപ്പുകളും കോർപ്പറേഷനും കാലം കഴിക്കുന്നു. കണ്ണമ്മൂലയിലാണ് ഒരു വില്ലൻ. ഒരുപാട് വില്ലനുണ്ട് സിറ്റിയിൽ, അത് നമുക്ക് പറയാം. പക്ഷെ കണ്ണമ്മൂലയിലാണ് ഒരു വില്ലൻ. പഴവങ്ങാടി, ഉള്ളൂർ, പട്ടം തോടുകൾ സംഗമിക്കുന്ന കണ്ണമ്മൂലയിൽ ആമഴിഞ്ഞാൻ തോടിന് മറ്റ് സ്ഥലങ്ങളെക്കാൾ വീതി കുറവാണ്. അപ്പം മൂന്നിടത്തുനിന്ന് 3 തോട് വരുന്നു, ഒരിടത്ത് സംഗമിക്കുന്നു. ആ 3 തോട്ടിൽ കൂടെ വരുന്ന വെള്ളം കയറിപ്പോകാനുള്ള വീതി വലിയ തോടിനില്ല, ആമഴിഞ്ഞാൻ തോടിനില്ല എന്നുള്ളതും വളരെ വലിയ പ്രശ്നമാണ്. ഇത് പല ഭാഗങ്ങൾക്കും കഴിയുന്നില്ല, ഈ വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ട് കരയിലോട്ട് വരുമല്ലോ. ഗൗരീശപട്ടം, കണ്ണമ്മൂല, പുത്തമ്പാലയം എന്നിവിടങ്ങളിലുള്ള സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടിന് ഇത് കാരണമാകുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നതായി രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ജലനിരപ്പിന് സമാന്തരമായി തോടിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള 3 നടപ്പാലങ്ങളും വില്ലനാകുന്നുണ്ട്. വെറുതെ അത് ഓരോരുത്തരുടെ ഡിമാൻഡ് വെച്ച് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരു ഹോളിസ്റ്റിക്കായി സമഗ്രമായി പരിശോധിച്ച് പ്രൊഫഷണലായി ചെയ്യുന്നതൊന്നും അല്ലല്ലോ. ചെറിയ സമയത്തിൽ കൂടുതൽ മഴ പെയ്യുമ്പോൾ ഒഴുകിയെത്തുന്ന വെള്ളം നടപ്പാലങ്ങളിൽ തട്ടി ബണ്ട് പോലെ പ്രവർത്തിക്കും. നേരത്തെ പൊളിച്ച പാലങ്ങളുടെ പില്ലറുകളും ഒഴുക്കിന് തടസ്സമാകുന്നുണ്ടെന്ന് ഇറിഗേഷൻ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. പഴവങ്ങാടിത്തോട് പിന്നെ അതുപോലെ തന്നെ പൂർണ്ണമായി മാലിന്യമട്ടം നീക്കാത്തത് കൊണ്ട് തന്നെ തമ്പാനൂർ കിഴക്കോട്ടെയുള്ള വെള്ളക്കെട്ട് വലിയ പ്രതിസന്ധിയാകും. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി റെയിൽവേ നടത്തുന്ന പ്രവർത്തനങ്ങളും പവർ ഹൗസ് റോഡിന് കവാടത്തിന് സമയം തോടിൻ്റെ വീതി പകുതിയായി കുറച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സമുണ്ട്. പഴവങ്ങാടി വെള്ളക്കെട്ടിന് കാരണമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പൈലിംഗ് നടത്താൻ വേണ്ട തോട്ടിലേക്ക് ഷീറ്റ് ഇറക്കി വെച്ചിരിക്കുന്നതിൻ്റെ വീതിയും നമുക്ക് കാണാവുന്നതാണ്. പാഴ്സൽ ഓഫീസിന് സമീപം തമ്പാനൂർ പാഴ്സൽ ഓഫീസിന് പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലെ ടണലിലെ മാലിന്യം നീക്കാൻ ഇതുവരെ നടപടിയില്ല. അപ്പോൾ മാലിന്യം ഒരു വലിയ വിഷയമാണ്. ശുചീകരണ തൊഴിലാളികൾ മരിച്ചതിന് പിന്നാലെ 30 ലക്ഷം രൂപയുടെ ഇറിഗേഷൻ ടണലിലെ മാലിന്യം പൂർണ്ണമായി, എന്നാൽ 7 അടിയോളം പൊക്കത്തിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്നത് ഒഴുക്കിന് തടസ്സമുണ്ടാക്കുകയും തമ്പാനൂർ ഭാഗത്തെ വെള്ളപ്പൊക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. ഹൗസിംഗ് ബോർഡ് കഴിഞ്ഞുള്ള ഭാഗത്തെ തോട്ടിലേക്ക് കൽക്കട്ട് ഇടിഞ്ഞു വീണിട്ട് മാസങ്ങളായി ഇവിടെ കലുങ്കുകൾക്കിടയിൽ മൺകട്ട രൂപപ്പെട്ടിരിക്കുകയാണ്. പവർ ഹൗസ് റോഡിലും ഇതുപോലെ തന്നെ പാർക്കിംഗ് കേന്ദ്രത്തിന് മുന്നിൽ മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് മാലിന്യം കോരിമാറ്റിയെങ്കിലും റെയിൽവേ സ്റ്റേഷനടിയിലുള്ള കൾവർട്ട് വൃത്തിയാക്കാൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവയ്ക്കെല്ലാം പുറമെ തുടരുന്ന മാലിന്യമേറ് തടയാൻ നടപടിയില്ലാത്തതാണ് തോടിൻ്റെ ശാപം. ആയുർവേദ കോളേജ്, തൈക്കാട് എന്നീ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കുത്തിയൊലിച്ച് എത്തുന്ന വെള്ളം സംഭരിച്ചിരിക്കുന്നത് മാഞ്ഞാലക്കുളത്തും തോപ്പിലുമായിരുന്നു. മാഞ്ഞാലക്കുളത്ത് ഇപ്പോൾ കുളമില്ല, തോപ്പിൽ നിറയെ വീടുകളുമായി. ഇപ്പോൾ കുളം തമ്പാനൂരാണ് കുളമായി മാറിയിരിക്കുന്നത്. വെള്ളം ഒഴുക്കിക്കളയുന്നതിന് പോംവഴിയായി തമ്പാനൂർ ചുറ്റുള്ള ഓടകളെല്ലാം വീതി കൂട്ടി ആദ്യ വർഷങ്ങളിൽ പുതിയ ഓടകളെല്ലാം നിറഞ്ഞൊഴുകിയെങ്കിലും ഇപ്പോൾ അതല്ല സ്ഥിതി. വെള്ളം ഒഴുകാനുള്ള ഗള്ളി ട്രിപ്പിൾ വാട്ടർ ട്രാപ്പ് മൂടിപ്പോയ സ്ഥിതിയിലാണുള്ളത്. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് മിക്ക വാട്ടർ ട്രാപ്പുകളും അടഞ്ഞിരിക്കുന്നു. ആയുർവേദ കോളേജ് ഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളം ഒഴുക്കിക്കളയാൻ SS കോൾ റോഡിലെ ഓടയുടെ വീതി കൂട്ടിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ട് വ്യക്തമാക്കുന്നത്. അങ്ങനെ രസകരമാണ് തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്ക ചാല. ഇതിൻ്റെ ഇടയ്ക്ക് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കുറേ പുനർനിർമ്മാണ പരിപാടിയൊക്കെ നടത്തിയെങ്കിലും ഓടകൾ തമ്മിൽ ബന്ധിപ്പിക്കാത്തത് കൊണ്ട് ചാലയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അതുപോലെ ആമഴിഞ്ഞാൻ തോട്ടിൻ്റെ നിന്നുള്ള വെള്ളം പാർവതിപുത്തനാർ ആക്കുളം കായലിലെത്തുമ്പോൾ ഒഴുക്കിന് തടസ്സിച്ചിരിക്കുന്നത് അവിടുത്തെ പോളയാണ്. അപ്പോൾ റെയിൽവേയുടെ ഒരു നിർമ്മിതി കാരണം റെയിൽവേയുടെ ഒരു നിർമ്മിതി കായലിലുണ്ടെന്നും അധികൃതർ പറയുന്നുണ്ട്. നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വളരെ വലിയ പോംവഴികൾ ചെയ്യുമ്പോഴും നമുക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. കരിമടം കുളം മൂടിപ്പോയതാണ് അട്ടക്കുളങ്ങര, കിഴക്കേക്കോട്ട, മണക്കാട്, കമലേശ്വരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമായി കണ്ടെത്തിയിട്ടുള്ളത്. കുളത്തിൽ 7 മീറ്റർ പൊക്കത്തിൽ ചെളിയും മണ്ണും മാലിന്യവും നിറഞ്ഞിപ്പോൾ കിടക്കുകയാണ്. മാലിന്യം തള്ളാനുള്ള സ്ഥലമായി കുളം മാറിയപ്പോൾ റോഡുകൾ തോടുകളായി മാറി. ഈ പ്രദേശത്തുള്ള ഓടകളെല്ലാം ഇപ്പോൾ തെക്കനക്കര കനാൽ വഴിയിലേക്ക് നേരിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ്. ഫലമോ കനാൽ കവിഞ്ഞ് വെള്ളം ജനവാസ പ്രദേശങ്ങളിലേക്ക് ഒഴുകും. ഇതെല്ലാം ഇവിടുത്തെ തോട് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ മാലിന്യ സംസ്കരണമാണ് അടുത്ത വില്ലൻ.
അതിൻ്റെ അടുത്ത വില്ലൻ എന്ന് പറയുന്നത് ഈ ഓടകളിൽ കിടക്കുന്ന ചപ്പ് ചവറുകളും മണ്ണുമൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം അത് കരയിലും ഈ ഓടകളിലുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കണ്ണായ സ്ഥലങ്ങളിലൂടെ പോകുന്ന ഓടകളുടെ ആ ഡ്രെയിനേജ് സംവിധാനത്തേക്ക് ബ്ലോക്ക് ചെയ്തിട്ടുള്ള കുറേ നിർമ്മിതികളും തിരുവനന്തപുരത്തുണ്ട്. ആ നിർമ്മിതികൾ മാറ്റേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിരവധി കുളങ്ങൾ, എരുമക്കുളം, പാത്രക്കുളം, മാഞ്ഞാൽക്കുളം, കരിമടം കോളനിയുള്ള കുളം, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ തുടങ്ങി 7-8 കുളങ്ങളുണ്ടായിരുന്നു. താമരക്കുളം പോലുള്ള കുളങ്ങളുണ്ടായിരുന്നു. പല കുന്നുകൾ, തക്കാട് കുന്ന്, ബാർട്ടൺ ഹില്ല്, സായിപ്പിൻ്റെ കുന്ന്, പാളയം കുന്ന്, ഒബ്സർവേറ്ററി കുന്ന്, ഇങ്ങനെ തുടങ്ങിയ നിരവധി കുന്നുകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്നും പരിഗണിക്കാതെ ചെയ്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത്. വളരെ കൃത്യമായി സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ സൊല്യൂഷൻസ് നോഹോയുടെ പ്രശ്നമല്ല, ഹൗ ഡു അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കവും ഡിപ്പാർട്ട്മെൻറ്റുകളും കോർപ്പറേഷനും തമ്മിലുള്ള ചേരിപ്പോരും അവർ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മയും ഒരു മിഷനായി നാളിതുവരെ ഒരു മിഷൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല. ഒരു മിഷൻ ഉണ്ടാക്കി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ എത്രയോ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് കഴിയുന്നില്ല. അതിനുള്ള ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. പീസ് അപ്രോച്ചുകളാണ് പലപ്പോഴും നടക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരവരുടെ വർക്കുകളുമായി പോകുന്നു. എന്നാൽ ഇത് സംവിധാനമൊരുക്കാൻ, മൊത്തത്തിലൊരു സമഗ്രമായി പ്രൊഫഷണലായും ഒരു സംവിധാനമൊരുക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. പല നിർദ്ദേശങ്ങളും പറയുന്നത് ഡ്രഡ്ജ് ചെയ്താൽ കൊള്ളാം, അതിനകത്തൂടി വള്ളം ഓടിക്കണം, പല കാര്യങ്ങൾ, ആശയങ്ങളുടെ ഒരു കലവറയാണ്. പക്ഷേ കാര്യം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനം.